Meet the editors. ഇന്നത്തെ വാർത്താപ്പകൽ നിറഞ്ഞു നിന്ന പ്രധാനപ്പെട്ട വാർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും PV അൻവറിന്റെയും വാർത്താ സമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ്. PV അൻവറിനെയും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെയും കർശന സ്വരത്തിൽ നേരിടുന്നതിലൂടെ പാർട്ടിയുടെയും ഇടതുമുന്നണിയിലെയും വിമർശകർക്ക് ശക്തമായ സന്ദേശം നൽകുകയാണ് മുഖ്യമന്ത്രിയുടെ ഉന്നം. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പാർട്ടിക്കകത്ത് ആളിക്കത്തിക്കാൻ ശ്രമമുണ്ടെന്ന സംശയത്തിലാണ് നിലപാടിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ RSS കൂടിക്കാഴ്ചയെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകാഞ്ഞത് ശ്രദ്ധേയമാണ്. പാർട്ടിയിലും മുന്നണിയിലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി വാണിരുന്ന മുഖ്യമന്ത്രിയുടെ അധീശത്വത്തിന് PV അൻവറിന്റെ ആരോപണങ്ങളോട് ഇളക്കം തട്ടിയെന്ന് പ്രചാരണമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരിൽ സ്വന്തം പാർട്ടിക്കാരും മുന്നണിയിലുള്ളവരുമുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് അറിവുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയോ ആഭ്യന്തര വകുപ്പിനും സ്വന്തം ഓഫീസിന് നേരെ ഉയർന്ന ആക്ഷേപങ്ങളോ ഒന്നും തന്റെ കരുത്ത് ചോർത്തിയിട്ടില്ലെന്ന് പറയാനാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ ശ്രമിച്ചത്. PV അൻവറോ പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ പിന്തുണക്കാരോ ഇടതുമുന്നണിയിലെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളോ എത്ര സമ്മർദ്ദമുണ്ടാക്കിയാലും അന്വേഷണം പൂർത്തിയാകാതെ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ഒരു സന്ദേശം നൽകലാണെന്ന് വ്യക്തമാകുക. ADGP MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം CPI അടക്കമുള്ള കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഈ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കണോ? അതെല്ലാം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഒരാരോപണം വന്നു എന്നുള്ളതിന്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ. അത് വ്യക്തതയുള്ള നിലപാടാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞാണ് P ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പിന്നാലെ PV അൻവറിനെ തള്ളിപ്പറയുക കൂടി ചെയ്യുമ്പോഴും മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം വിമർശകരുടെ വായടപ്പിക്കൽ തന്നെ. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGPക്കെതിരെ അന്വേഷണത്തിൽ ഔദ്യോഗികമായ പിഴവുണ്ടെന്ന് തെളിഞ്ഞാൽ മാത്രമേ നടപടിയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ ADGPയുടെ നടപടി രാഷ്ട്രീയമായി തെറ്റെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതോടെ CPIഎമ്മിൽ PV അൻവറിന്റെ നില ഇനി ഭദ്രമല്ല. എന്നാൽ PV അൻവറിനെതിരെ പാർക്കുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും മറ്റു വിവാദങ്ങളും ഉയർന്നപ്പോഴെല്ലാം സംരക്ഷണമൊരുക്കിയത് മുഖ്യമന്ത്രിയായിരുന്നു. അന്നൊന്നും തോന്നാത്ത അൻവറിന്റെ കോൺഗ്രസ് പശ്ചാത്തലമാണ് സ്വന്തം ഓഫീസിന് നേരെ ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഓർത്തെടുക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മറുപടിയിൽ വ്യക്തത വരുത്തിയോ എന്നാണ് ചോദ്യം. ബാലകൃഷ്ണൻ, അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പത്രസമ്മേളനത്തിലാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. 100 മിനിറ്റോളം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നീണ്ടു. അതിൽ 55 മിനിറ്റ് വയനാടാണെങ്കിലും ബാക്കിയുള്ളത് PV അൻവറിനും പാർട്ടിക്കുള്ളിൽ ഈ PV അൻവറിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ട് ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഘടകങ്ങളിലെല്ലാം ചർച്ച ഉയർത്തിക്കൊണ്ടിരിക്കുന്നവർക്കുമുള്ള മറുപടിയായിട്ടാണ് ചിലർ കണക്കാക്കുന്നത്. വ്യക്തത വരുത്തിയോ? നോക്കൂ, ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായും നെഗറ്റീവായുമാണ് ഞാൻ ഈ വാർത്താ സമ്മേളനത്തെ കാണുന്നത്. നോക്കൂ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അദ്ദേഹം നേരത്തെ തന്നെ LDF-ൽ പറഞ്ഞിരുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് ഇത് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നു, ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ളത്. അപ്പോൾ അതിനകത്തൊരു വളരെ കൃത്യമായ വ്യക്തതയുണ്ട്. ഇനിയിപ്പോൾ DGPയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ എങ്ങനെയുള്ളൊരു റിപ്പോർട്ടായിരിക്കും DGP സമർപ്പിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുകൂടിയുള്ളൊരു സൂചന ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാമല്ലോ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം എന്ന് പറയുന്നത് എപ്പോഴും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നീക്കമാണ്. 99% സമയത്തും ഉദ്യോഗസ്ഥർ ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണത്തിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2023 സെപ്റ്റംബർ 14 കഴിഞ്ഞ വർഷം ഇതേ മാസം, ഒരു വർഷം മുമ്പ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി രേഖാമൂലം പറയുന്നൊരു കാര്യം, 2016 പിണറായി ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ കഴിഞ്ഞ 7 വർഷം സംസ്ഥാനത്ത് 17 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 17 ലോക്കം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 22 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 22 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, എന്നാൽ 13 പേരെ തിരിച്ചെടുത്തു. നോക്കൂ, അത് 2023 സെപ്റ്റംബർ 14 കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കി 9 പേര് ഇപ്പോൾ സർവീസിൽ തിരിച്ചു വന്നിട്ടുണ്ടാകും. എന്നാൽ താമർ ജെഫ്രിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. അത് റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ പിന്നാലെ നിന്നതുകൊണ്ട് ഒടുവിൽ CBI അന്വേഷണത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂരിഭാഗം ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണങ്ങളും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടാണ്. ഇവിടെ ഇപ്പോൾ DGP നടത്താൻ പോകുന്ന ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അജിത് കുമാറിനെ കുറിച്ച് എതിരഭിപ്രായമുണ്ട്. സൂപ്പർ DGP കളിക്കുന്നു എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട് എങ്കിലും അദ്ദേഹവും വളരെ കൃത്യമായി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടായിരിക്കും നൽകുക എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ന് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അജിത് കുമാറിനെതിരായിട്ടൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ. ആ ആരോപണങ്ങളെ ഉന്നയിച്ച ആളുടെ വിശ്വാസ്യതയെന്ന് മുഖ്യമന്ത്രി ചോദ്യം ചെയ്തില്ലേ?
അപ്പം അദ്ദേഹത്തിന് കോൺഗ്രസ് പശ്ചാത്തലമാണ് എന്ന് പറയുന്നു അല്ലേ. അദ്ദേഹം ധാർമ്മികത ലംഘിച്ചു എന്ന് പറയുന്നു. എങ്ങനെ ധാർമ്മികത ലംഘിച്ചു? സുജിത് ദാസിനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പൊതുപ്രവർത്തകന് വിളിക്കുന്ന ഫോൺ ചോർത്തി നൽകുന്നത് വഴി അദ്ദേഹം ധാർമ്മികതയുടെ ലംഘനം നടത്തി എന്ന് പറയുന്നു. ഇനി ഏറ്റവും പ്രധാനമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്താ? നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഈ സ്വർണ്ണവേട്ട നടത്തുന്നുണ്ട്. ആ സ്വർണ്ണവേട്ട നടത്തുന്നതിനെ ഇഷ്ടപ്പെടാത്ത വലിയൊരു വിഭാഗമുണ്ട്. ആ വിഭാഗവും ഈ ആരോപണത്തിന് പിന്നിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആഭ്യന്തര മന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി ഈ അന്വേഷണ സംഘത്തിന് നൽകുന്ന സൂചന എന്താണ്? ഈ പറയുന്ന ഈ ആരോപണങ്ങളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചാണ് ആ സൂചന നൽകുന്നത്. അതുകൊണ്ട് ഞാനൊരു അത്ഭുതവും പ്രതീക്ഷിക്കുന്നില്ല അരുണെ. ഈ പറയുന്ന DGPയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് സുഖമായി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അത് ഈ ADGP അജിത് കുമാറും ഹൊസബുളയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് അദ്ദേഹം വരുത്തിയ വ്യക്തതയാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ ദൗത്യവും ഏൽപ്പിച്ചിട്ടില്ല ഞാൻ, എൻ്റെ ദൂതനായിട്ടല്ല ഈ പറയുന്ന അജിത് കുമാർ ഹൊസബുളയെ കണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ. അത് ഞാനിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വർണ്ണക്കടത്ത് വിഷയം വീണ്ടും വന്ന സമയത്ത് ഈ സ്വപ്ന സുരേഷിൻ്റെ അടുക്കിലേക്ക് ഷാജ്കിറിനെ വിട്ടതാരായിരുന്നു? അതേപോലെ തന്നെ ആ സരിത്തിനെ പിടിച്ചതാരായിരുന്നു? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ലയോ അത് സ്വമേധയാ ചെയ്താണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കുമ്പോൾ തന്നെ അവിടുത്തെ പ്രശ്നം എന്താണ്? അത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ADGP അജിത് കുമാറും ഹൊസബളയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഒരു രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുന്നത്. അതൊരു അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ട കാര്യമല്ല. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, RSSൽ പ്രവർത്തിക്കുന്ന ഒരു തടസ്സമില്ലല്ലോ ഉദ്യോഗസ്ഥർക്ക്. ഇപ്പോൾ അതൊരു സാംസ്കാരിക സംഘടനയായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ മാത്രമല്ല വ്യക്തിപരമായി പോയി കാണാം, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ സാങ്കേതികമായി ഈ അന്വേഷണമൊന്നും അജിത് കുമാറിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മാത്രവുമല്ല, ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ന് അദ്ദേഹം അക്ഷോഭ്യനായിട്ടുണ്ടെങ്കിൽ അത് P ശശിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു. അതിന് അല്പം അക്ഷോഭ്യനായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അവിടെ വളരെ എന്താ പറയുക, അസേർട്ടീവായിരുന്നു മുഖ്യമന്ത്രി. എന്താണ് അസേർട്ടീവായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, P ശശിയെക്കുറിച്ച് ശക്തമായ ഒരു ആരോപണമാണല്ലോ ഇദ്ദേഹം ഉന്നയിച്ചത്, ആര് PV അൻവർ ഉന്നയിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ട് 1.5 വർഷക്കാലം ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിന് മേൽ നിശബ്ദത പാലിച്ചു എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. 16 മാസക്കാലമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മുഖ്യമന്ത്രി നിശബ്ദത പാലിച്ചു എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ വിവാദം. ആ ചോദ്യവും വന്നില്ല, അതിന് അദ്ദേഹം ഒരു മറുപടിയും വന്നില്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തി, അല്ലേ? എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം 16 മാസം മുമ്പ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഇല്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഏതായാലും അത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഗുണവുമായി, അതിൽ വിശദീകരിക്കേണ്ടി വന്നില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു വീഴ്ചയായി ഞാൻ കാണുന്നത്. പക്ഷേ അജിത് കുമാറിൻ്റെ കാര്യത്തിനകത്ത് രാഷ്ട്രീയ തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. മാത്രവുമല്ല, അജിത് കുമാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, P ശശിയെക്കുറിച്ച് അൻവർ പറഞ്ഞൊരു പ്രശ്നം എന്താ വെച്ചാൽ, അജിത്ത് ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അടുക്കൽ എത്തിയിട്ടുണ്ടാവില്ല, അത് ശശി മുക്കിയിട്ടുണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന, മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് P ശശി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു സംശയവും മുഖ്യമന്ത്രിക്ക് ഇല്ലല്ലോ. അപ്പോൾ അത് കൃത്യമായി എല്ലാ കാര്യങ്ങളും എന്നെ ബ്രീഫ് ചെയ്യുന്ന ആൾ തന്നെയാണ്, എൻ്റെ ഓഫീസിലുള്ള വിശ്വസ്തനായിട്ടുള്ള ആളാണ് P ശശി എന്ന് അദ്ദേഹം. അത് മാത്രമല്ല, അദ്ദേഹം ശശിക്കെതിരായിട്ടുള്ള എല്ലാ വിമർശനങ്ങളെയും എന്താ ഉപയോഗിച്ച വാക്ക്, അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ്. വളരെ അസേർട്ടീവാണ്. ആ അസേർട്ട് ചെയ്യുന്നതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. എന്താണ് ആ രാഷ്ട്രീയം? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ പാർട്ടിയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനങ്ങളിൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരർത്ഥത്തിൽ P ശശിയെ മുന്നിൽ നിർത്തി പിണറായി വിജയനെ ആക്രമിക്കുക എന്നുള്ളത് നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്നൊരു കാര്യമാണ്. ആക്രമിക്കാനുള്ള ഒരു നീക്കം പാർട്ടിയിലെ ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ളൂ. അതൊക്കെ ഒരർത്ഥത്തിൽ ഫലം കണ്ടിട്ടുണ്ടെന്നേ. കാരണം ഈ ബ്രാഞ്ച് സമ്മേളനം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ ശശിക്കെതിരായിട്ടൊക്കെയുള്ള ഇപ്പോഴത്തെ ഈ പറയുന്ന അൻവറിൻ്റെ ആരോപണങ്ങളൊക്കെ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. അതിനെ അങ്ങ് സീൽ ചെയ്തിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ചില കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു. അതേസമയം നമ്മൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് എടുക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അചഞ്ചലനാണ് ഞാൻ എന്ന കാര്യം വളരെ അസേർട്ടീവായി ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന്, പാർട്ടിക്കൊരു സന്ദേശം കൊടുത്തു, ഇങ്ങോട്ടേക്ക് കളിക്കണ്ട. 2, മുന്നണിക്കൊരു സന്ദേശം കൊടുത്തു, നിങ്ങൾ എത്ര തുള്ളിയാലും ഞാൻ ആ തീരുമാനം എടുക്കുക. 3, എന്നോടൊപ്പം നിൽക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും. അത് അജിത് കുമാർ ആയാലും സംരക്ഷിക്കും, P ശശി ആയാലും സംരക്ഷിക്കും. ആ അർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പാർട്ടിക്കും അതുപോലെ തന്നെ മുന്നണിക്കും താൻ അചഞ്ചലനാണ്, അജയ്യനാണ് എന്ന് സംശയലേശമന്യേ സന്ദേശം നൽകിയ ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് നടന്നത്. സ്മൃതി,
എൻ്റേതാണ് അവസാന വാക്ക് എന്ന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനാണ് തീരുമാനമെടുക്കുക, പാർട്ടി സെക്രട്ടറി പോലുമല്ല. പാർട്ടി സെക്രട്ടറിക്ക് പൂർണ്ണ തൃപ്തിയില്ല എന്ന് പറയുന്ന കാര്യത്തിൽ കൃത്യമായ തൻ്റെ നിലപാടെന്ത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങൾ, ADGPയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അത് അൻവർ പറയുന്ന വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാൻ തയ്യാറില്ല. അൻവർ ഒരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് സംസ്കാരം വഹിക്കുന്ന ആളാണ് എന്നാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്. മുൻപ് വാപോയ കോടാലി പോലെ പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇറക്കിവിടുന്ന ഒരാളായിരുന്നു PV അൻവർ. PV അൻവർ ഏത് രൂപത്തിലും പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. PV അൻവർ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പ്രോത്സാഹിപ്പിച്ചത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള മറ്റുള്ള മറുപടിയാണല്ലോ മുഖ്യമന്ത്രി നൽകിയത്. അതൊന്നും കാണാത്ത കോൺഗ്രസ് സംസ്കാരം ഇന്ന് അദ്ദേഹം PV അൻവറിൽ കാണുകയാണ്. അപ്പോൾ PV അൻവർ ഒരു ശല്യക്കാരനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ PV അൻവറിനെ പൂർണ്ണമായും തള്ളുന്നു എന്ന് മാത്രമല്ല, P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, അദ്ദേഹം ശരിയായ നിലപാടുള്ള ആളാണ്, മാതൃകാപരമായ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് കൃത്യമായി പറയുമ്പോൾ P ശശി വഴി മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുക്കം നടത്തുന്ന പാർട്ടിക്കുള്ളവർക്ക് കൂടിയുള്ള മറുപടിയാവുകയാണ് അത്. അപ്പോൾ P ശശിയുടെ അടുത്തേക്ക് പരാതിയുമായി ചെല്ലുമ്പോൾ P ശശി അത് കേൾക്കുന്നില്ല, അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് PV അൻവർ പറയുമ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് പലരും സമീപിക്കാറുണ്ട്, അങ്ങനെ സമീപിക്കുന്നവരെ അംഗീകരിക്കില്ല, അവരെ അകത്തേക്ക് കയറ്റിവിടില്ല എന്ന് പറയുമ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കാണോ PV അൻവർ സമീപിച്ചത് എന്ന് ഏത് പ്രേക്ഷകരും തോന്നാം, ഏത് പാർട്ടി സഖാക്കൾക്കും തോന്നാം. PV അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ കൈയടിക്കുന്ന പ്രവർത്തകർക്ക് ഒരു സംശയം തോന്നുന്ന ഒരു സാധനം അങ്ങോട്ടേക്ക് ഇട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇനി ADGPയുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം. അപ്പോഴാണ് സ്വർണ്ണക്കടത്തിൽ ശരിയായ അന്വേഷണം നടത്തുന്ന പോലീസുകാർക്കെതിരെ പറയുമ്പോൾ അത് സ്വർണ്ണക്കടത്തിനെ സഹായിക്കാനാണ്, അതായത് ഇനി വേണമെങ്കിൽ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി PV അൻവറിന് ബന്ധമുണ്ട് എന്ന രൂപത്തിലേക്ക് വേണമെങ്കിൽ തിരിച്ചുവിടാവുന്ന രൂപത്തിൽ ആണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് എന്താണോ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്, പോലീസ് ഭാഷ്യം എന്താണോ അതിനെ പൂർണ്ണമായും എൻഡോസ് ചെയ്തുകൊണ്ട് അതാണ് ശരി എന്ന് കൃത്യമായി പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. തൻ്റെ വകുപ്പിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ വരുന്ന ആരോപണങ്ങൾ ശരിയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന വഴി PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണത്തിൻ്റെ ഗതി എന്താകും എന്ന് കൂടി വ്യക്തമാക്കി തരികയാണ്. കാരണം ഒരു വശത്ത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും തൻ്റെ നിലപാട് എന്താണ്, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട തൻ്റെ നിലപാട് എന്താണെന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള അന്വേഷണ റിപ്പോർട്ടാണ് വരിക? ഇന്നിപ്പോൾ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിൽ അത് ഇങ്ങനെ 5 മാസം വൈകിയതിനെക്കുറിച്ചും ഇപ്പോൾ എന്ന് തരും എന്നുള്ള കാര്യമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. 24-ാം തീയതി സമയം തന്നിരിക്കുന്നു, ഒരാഴ്ച കൂടി സമയമെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ചോദിച്ചതെന്ന് പറയുന്നു. അപ്പോൾ R ശ്രീജിത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഈ ആരോപണ വിധേയനായ ശേഷമാണല്ലോ ഇദ്ദേഹം സമയം നീട്ടി ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായ മറുപടി പറയുന്നില്ല. കാരണം ADGP RSS കൂടിക്കാഴ്ച തൻ്റെ ഇടനിലക്കാരനായിട്ടല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നിയമപരമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. വിചിത്രമായി തോന്നുകയാണ്. കാരണം RSSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാടും ശക്തമായ പ്രതികരണം നടത്താറുള്ള മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പാർട്ടി പരിപാടിയിൽ പോലും അത് ആർക്കാണ് RSSുമായി ബന്ധമെന്ന് കോൺഗ്രസ്സുകാർക്ക് കൃത്യമായി മറുപടി നൽകിയ മുഖ്യമന്ത്രി തൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥൻ, തൻ്റെ സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥൻ RSSുകാരനെ കാണുന്നുണ്ടെങ്കിൽ, RSS നേതാക്കളെ കാണുന്നുണ്ടെങ്കിൽ, ദീർഘമായി കാണുന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയ പ്രതികരണമെങ്കിലും നടത്തേണ്ടേ ചുരുങ്ങിയത്. അപ്പുറത്തെ അന്വേഷണമൊക്കെ നടത്തിക്കോട്ടെ, സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ അദ്ദേഹം എങ്ങനെ തുടരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം വ്യക്തത വരുത്തുന്നുണ്ട്, തൻ്റെ നിലപാടാണ് അവസാന വാക്ക് എന്നുള്ളതിൽ വ്യക്തത വരുത്തുന്നു. PV അൻവറിന് ഇനി ഇടത് MLA ആയി തുടരാൻ പറ്റുമോ എന്നുള്ള സംശയം കൂടി വരുന്നുണ്ട്. കാരണം അത്രയ്ക്കും രൂക്ഷമായ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഇനി അങ്ങോട്ടുള്ള അന്വേഷണങ്ങൾ എങ്ങനെയാകും? ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഈ സുജിത് ദാസ് എന്ന ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയത് പറയുന്നുണ്ടല്ലോ. മാറ്റി നിർത്തിയത് എന്തിനാണ്? ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടാണ്, അതിൽ പറയുന്ന കാര്യങ്ങൾക്കാണ്. അതല്ലാതെ പോലീസ് വളപ്പിലെ, പോലീസ് ക്യാമ്പിലെ മരം വെട്ടിയതിനല്ല. ആ മരം വെട്ടിയതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല മാറ്റി നിർത്തിയിരിക്കുന്നത്. മാറ്റി നിർത്തിയത് എന്താണ്? ഈ MLAയുടെ കാലു പിടിച്ച് സംസാരിച്ച് പോലീസിന് നാണക്കേടുണ്ടാക്കിയതിൽ മാത്രമാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ സുജിത് ദാസിനെതിരായ ഗുരുതരമായ ആരോപണങ്ങളും കൂടി എങ്ങനെ ലഘൂകരിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ട് DGP അന്വേഷിക്കുന്ന സാങ്കേതികമായി നിയമപരമായി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം പരിശോധന, രാഷ്ട്രീയ മറുപടി ഇല്ല എന്നുള്ളത് പല സംശയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇടനിലക്കാരനല്ല എന്ന് പറയുമ്പോൾ
ഈ ADGP എങ്ങനെയൊക്കെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഈ കോവിഡ് കാലത്ത് ഇവിടുന്ന് ഒരു വാഹനവും പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്വപ്നയുടെ വാഹനത്തിന് സംസ്ഥാനം വിട്ടുപോകാൻ ADGP സഹായം ഒരുക്കിയത് എന്നുള്ള വാർത്തകൾ അന്ന് തന്നെ നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ ഇടനിലക്കാരനായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റോൾ? അപ്പോൾ റോൾ പല ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ റോൾ നമ്മൾ കണ്ടതാണ്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച അടുത്ത കാര്യങ്ങളുമുണ്ട്. സരിത്തുമായി ബന്ധപ്പെട്ട് അമിതാവേശം കാട്ടി ചില കാര്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടാണ്. അത് സ്ഥാനം മാറ്റേണ്ടി വന്നു, കാരണം അത് പരസ്യമായി വന്ന കാര്യമാണ്. അപ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് 5 മാസത്തേക്കാണ് അദ്ദേഹത്തിന് സ്ഥാനം പോയത്. പിന്നീട് അദ്ദേഹം ഉയർന്ന പോസ്റ്റിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ ADGPയെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ എന്താണ് എന്നതിൽ സംശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ വ്യക്തത വരുത്തുന്നത് താനാണ് അവസാന വാക്ക് എന്നുള്ളതാണ്. അതിൽ PV അൻവറിന് ഇനി അങ്ങോട്ട് അത്ര എളുപ്പമാകില്ല. PV അൻവർ വാർത്താ സമ്മേളനം നടത്തി, അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നുള്ള വെല്ലുവിളി കാണിക്കുന്നുണ്ട്. ഇത് എനിക്ക് ബലമായ സംശയമുണ്ട്. ഒരു PC ജോർജിൻ്റെ അവസ്ഥയായി പോകുമോ അവസാനം PV അൻവറിന് എന്നുള്ളത്. അവിടെയുമില്ല ഇവിടെയുമില്ല. കാരണം കോൺഗ്രസിനെയും ആവശ്യത്തിലധികം ഉപദ്രവിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകാനാണെങ്കിൽ ഞാൻ പഴയ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്നത് അദ്ദേഹം EMSനെ കുറിക്കും. EMSും ഞാനും എന്ന മട്ടിൽ പറയുന്നു. പക്ഷേ ശരിയായിരിക്കാം, അദ്ദേഹത്തിന് അങ്ങനെ പറയാം. അങ്ങനെ പറയുമ്പോൾ ഇനി അങ്ങോട്ട് കോൺഗ്രസിലേക്ക് പോകാൻ പറ്റുമോ, അവിടെ പോകാൻ വഴിയുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. PC ജോർജിൻ്റെ അവസ്ഥ നാളെ PV അൻവറിന് ഉണ്ടായിക്കൂടാ എന്നില്ല. ഇത് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ വ്യക്തതയുണ്ടായോ എന്നാണ് ചോദ്യം. വ്യക്തത ഉണ്ടായി എന്നാണ് എൻ്റെ നിലപാട്. ചുരുങ്ങിയ പക്ഷം 5 പേർക്കെങ്കിലും മുഖ്യമന്ത്രി ഇന്ന് തൻ്റെ പത്രസമ്മേളനത്തിലൂടെ മറുപടി വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പ്രതിപക്ഷത്തിനെ ജയറാം പടിക്കലിൻ്റെ പരാമർശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി RSS ബന്ധത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്, വളരെ വ്യക്തമായ മറുപടി. രണ്ടാമത്തെ വ്യക്തമായ മറുപടി PV അൻവറിനാണ് കൊടുത്തിരിക്കുന്നത്. PV അൻവർ, നിങ്ങൾ ഒരു ഇടതു സ്വതന്ത്രനായ MLA എന്ന നിലയിൽ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്കൊരു പിന്തുണയും മുഖ്യമന്ത്രി എന്ന നിലയിലോ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലോ എൻ്റെ ഭാഗത്തു നിന്നില്ല എന്ന് പൂർണ്ണമായും PV അൻവറിനോട് മുഖ്യമന്ത്രി വ്യക്തമായ ഭാഷയിൽ തന്നെ പറയുന്നു. അന്വേഷണം നടത്തിയതിനു ശേഷമേ ADGP MR അജിത് കുമാറിനെ മാറ്റൂ. P ശശിക്കെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അത് കേവലം ആരോപണങ്ങൾ മാത്രമാണ്. ആ ആരോപണങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെ മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, P ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. PV അൻവർ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പരാജയമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ PV അൻവറിനോട് മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയുന്നു P ശശി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ PV അൻവറിനോട് പറയുന്നു, ഇതാ ഞാൻ താങ്കളുടെ വാദത്തെ പൂർണ്ണമായും തള്ളുന്നു. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നമ്മളടക്കം പറഞ്ഞത് അരമണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തിയെന്നും ആ കൂടിക്കാഴ്ചയിൽ താൻ തൃപ്തനാണെന്നും PV അൻവർ പറയുന്നു. എല്ലാം കേട്ടിട്ടുണ്ടെന്നും അന്വേഷണം നടക്കും എന്നും പറയുന്നു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി അതും തള്ളുന്നു. ആകെ 5 മിനിറ്റ് മാത്രമേ കൂടിക്കാഴ്ച നടന്നിരുന്നുള്ളൂ എന്നും ആ 5 മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടുവെന്നും പക്ഷേ അതിനു മുൻപ് തന്നെ തൻ്റെ ഓഫീസ് PV അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നും PV അൻവർ തൻ്റെ ഓഫീസിൽ നിന്നുള്ള ഫോൺ കട്ട് ചെയ്തു എന്നിന്ന് പരസ്യമായി തന്നെ അദ്ദേഹം പറയുകയാണ്. PV അൻവർ പറഞ്ഞത് പിന്തുടർന്നുകൊണ്ട്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ PV അൻവറിനെ മുഖ്യമന്ത്രി ആ അടിസ്ഥാനത്തിൽ കൈവിട്ടിരിക്കുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് മുഖ്യമന്ത്രി അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ രാഷ്ട്രീയമായും PV അൻവറിനെ തള്ളുകയാണ്. ഇതൊരു ഇടതുപക്ഷ ലൈനല്ല. അവിടെയാണ് മുഖ്യമന്ത്രി ഒരു പടി കൂടി കടന്ന് പറയുന്നത്. ആ പറയുന്നത് PV അൻവറിന് മാത്രമുള്ളതല്ല, ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന സഖാക്കൾക്കുള്ള മറുപടി കൂടിയാണ്. കോൺഗ്രസ് സംസ്കാരമുള്ളയാളാണ് PV അൻവർ എന്ന് പറയുന്നു. ശരിയാണ്. 2016 വരെ കോൺഗ്രസ് സംസ്കാരമായിരുന്നു. 2016 മുതൽ 2024 കേവലം 8 വർഷമേ ആവുന്നുള്ളൂ പിണറായി വിജയനോടൊപ്പം PV അൻവർ യാത്ര ആരംഭിച്ചിട്ട്. അതുവരെ PV അൻവർ നിന്നത് കോൺഗ്രസ് ബ്ലോക്കിലാണ്. പക്ഷേ ഇന്ന് PV അൻവർ ഒരു പടി കൂടി കടന്നതിനെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ ന്യായീകരിക്കുകയാണ്. എന്താണ് പറയുന്നത്? താൻ EMS നമ്പൂതിരിപ്പാട് KPCC സെക്രട്ടറി ആയിരുന്നത് പോലെയാണ് ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി എന്താണോ ഉദ്ദേശിച്ചത് അത് പാർട്ടി അണികൾക്ക് ബോധ്യപ്പെട്ടു. കാര്യം EMSനെ താനുമായിട്ട് ബന്ധപ്പെടുത്തുക ചെയ്യുന്നത്. 8 വർഷം മാത്രം, അതും പാർട്ടി അംഗം പോലുമല്ലാത്ത PV അൻവർ ഇടതനുഭാവിയായി തുടരുമ്പോൾ EMS നമ്പൂതിരിപ്പാടിനെ പോലെയാണ് പാർട്ടി KPCC സെക്രട്ടറി ആയിരുന്നു, ഞാനും കോൺഗ്രസിൻ്റെ അനുഭാവിയായിരുന്നു എന്ന് പറയുന്നതിലൂടെ മുഖ്യമന്ത്രി എന്താണോ ഉദ്ദേശിച്ചത് ആ കോൺഗ്രസ് സംസ്കാരം അത് വളരെ ഗുരുതരമായ അണികളിൽ ആശങ്കയുണ്ടാക്കുകയും PV അൻവറിനോടൊപ്പം നിൽക്കുന്ന അണികളിൽ പോലും ആശങ്കയുണ്ടാവുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി വളരെ വ്യക്തമായ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ വ്യക്തത വരുത്തിയിരിക്കുന്നത്
CPI ഘടകകക്ഷികളോടാണ്. ഘടകകക്ഷികളോട് RJDയോടും CPIയോടും NCPയോടും പറയുന്നു, പ്രകാശ് ബാബുവിനോട് വളരെ വ്യക്തമായി പറയുന്നു, ADGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതെങ്കിലും ആളുകൾ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് മാറ്റില്ല, ഒരു അന്വേഷണത്തെ തുടർന്ന് മാത്രമേ മാറ്റൂ. പ്രകാശ് ബാബു എന്താ പറഞ്ഞിരുന്നത്? ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെയല്ല രാഷ്ട്രീയ നയ വ്യതിയാനം സംഭവിച്ച ഉദ്യോഗസ്ഥനെ മാറ്റേണ്ടത്, അതൊരു രാഷ്ട്രീയ തീരുമാനമായിരിക്കണമെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് ഉറപ്പിച്ചു പറയുന്നു അത് അന്വേഷണ റിപ്പോർട്ടിലൂടെ മാത്രമേ മാറ്റൂ. അങ്ങനെ CPIക്കും മറുപടി കൊടുക്കുന്നു. മാത്രമല്ല ഘടകകക്ഷികൾ ആരും PV അൻവറിന്റെ ആരോപണങ്ങളിൽ നടപടി വേണമെന്ന് LDF ഉന്നയിച്ചിട്ടുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാലാമത് മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നത് പാർട്ടി നേതാക്കൾക്ക് കൂടിയാണ്. താനാണ് ഈ വിഷയത്തിലെ അവസാന വാക്ക്. ഏതെങ്കിലും തരത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മുന്നിൽ നിർത്തിക്കൊണ്ട് തനിക്കെതിരെ പുറപ്പാടിന് വരുന്ന അല്ലെങ്കിൽ അതൊരു സാധ്യതയെ കാണുന്ന അണികളോടും നേതാക്കളോടും മുഖ്യമന്ത്രി പറയുന്നു ഈ വിഷയത്തിൽ ഇതുതന്നെയാണ് എൻ്റെ നിലപാട്. നാലാമത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ PV അൻവറിനെ സൈബറിടങ്ങളിൽ പോലും ചില അനുയായികളും അനുഭാവികളും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കണം, ഈ PV അൻവർ ഉയർത്തിവിട്ടിരിക്കുന്ന ആരോപണങ്ങളും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള വിവാദങ്ങളും യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നത് സ്വർണ്ണക്കടത്തുകാരെയാണെന്നും അതിൻ്റെ ആത്യന്തികമായ ഗുണഭോക്താക്കൾ കരിപ്പൂരിലൂടെ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ അതിലൊരു സംശയത്തിൻ്റെ നിഴലിടുന്നുണ്ട്. ആ സംശയത്തിൻ്റെ നിഴലിന് ഒരു വസ്തുത കൂടിയുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഒരു പടി കൂടി കടന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ശരിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം നമ്മൾ കേൾക്കുന്നത് എപ്പോഴാണ്? ഇത് നമ്മളുടെ ചാനൽ ലോഞ്ച് ചെയ്യുന്ന സമയം മുതൽ കരിപ്പൂർ മേഖലയിലെ വ്യാപകമായ സ്വർണ്ണക്കടത്തിലും പൊട്ടിക്കലും സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അവിടെയും ഇവിടെയും നമുക്ക് ചോദിക്കുമ്പോൾ അറിയാം, പോലീസിൽ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ? കസ്റ്റംസിന് കൊടുക്കേണ്ട സ്വർണം എങ്ങനെയാണ് പോലീസ് തട്ടിയെടുക്കുന്നത്? പോലീസ് എങ്ങനെയാണ് 2022 മുതൽ 200 സ്വർണ്ണക്കടത്തുകൾ കരിപ്പൂർ വിമാനത്താവളം മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2024 BNS നിലവിൽ വന്നതിന് ശേഷം, ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതിന് ശേഷം സ്വർണ്ണക്കടത്ത് അമ്പേ കുറഞ്ഞു. ഒരു കേസാണ് നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്, അതും തൃശ്ശൂർ സ്വദേശിയായ ഒരു കടത്തുകാരൻ്റെ കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 2022-24 വരെ വളരെ വ്യാപകമായി കരിപ്പൂർ വഴി സ്വർണം കടത്തിയിരുന്ന റാക്കറ്റുകൾക്ക് ഭാരതീയ ന്യായ സംഹിത വന്നതിന് ശേഷം സ്വർണം ആ രീതിയിൽ എളുപ്പം കടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഞാനത് വ്യക്തമാക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇന്ന് PV അൻവർ അറിഞ്ഞോ അറിയാതെയോ അതിൽ ബൈറ്റ് ചെയ്തിട്ടുണ്ട്. PV അൻവർ എന്താ പറഞ്ഞത്? CRPC 102 പ്രകാരം പോലീസിന് ഈ സ്വർണ്ണക്കടത്തിനെ പിടികൂടി കഴിഞ്ഞാൽ കേസെടുക്കാൻ കഴിയുമായിരുന്നില്ല. അതായിരുന്നു സ്വർണ്ണക്കടത്തുകാരുടെ ലൂപ്പ് ഹോൾ. കാര്യം 102 എന്ന് പറയുന്നത് മോഷണ മുതലാണ്. സ്വർണം കടത്തുക എന്ന് പറഞ്ഞാൽ അത് മോഷണ മുതലല്ല, അതൊരു ഓർഗനൈസ്ഡ് ക്രൈമുമല്ല. ആ CRPC 102 പ്രകാരം ചാർജ് ചെയ്യുന്ന കേസുകൾ ഒരു കാരണവശാലും കോടതി നിൽക്കില്ല. കാര്യം നിങ്ങൾ ഫൈൻ അടച്ചാൽ ഇറങ്ങിപ്പോകാവുന്ന കേസാണ്. ടാക്സ് അടച്ചാൽ മതി. ടാക്സ് അടച്ചാൽ നിങ്ങൾക്ക് ആ കേസിൽ നൂരിപ്പോരാം. അപ്പോൾ CRPC 102 ആനുകൂല്യം കിട്ടിയിരുന്ന കടത്തുകാർക്ക് ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ സെക്ഷൻ 111(1) പ്രകാരം അത് ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ പട്ടികയിൽ വന്നു. എന്നാൽ എന്ന് വെച്ചാൽ പോലീസിന് കൂടുതൽ അധികാരം വന്നു. പോലീസിന് FIR ഇടാം. സ്വർണ്ണക്കടത്തിൽ ഇതുവരെ പോലീസിന് FIR ഇടാൻ കഴിയുമായിരുന്നില്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത വന്നതിനു ശേഷം പോലീസിന് FIR ഇടാമെന്ന സ്ഥിതിവിശേഷം വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എക്കണോമിക് ഒഫൻസസ് കൂടി, സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ കൂടി ഒരു ഓർഗനൈസ്ഡ് ക്രൈമായി. അങ്ങനെ ഓർഗനൈസ്ഡ് ക്രൈമായപ്പോൾ എന്ത് സംഭവിച്ചു? അതുവഴി സ്വർണ്ണം കടത്തി കഴിഞ്ഞാൽ ടാക്സ് അടച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. ആ FIR ആയി. എന്താ കുറ്റം? രാജ്യദ്രോഹ കുറ്റമാണ്. അതിൻ്റെ പേരിൽ എന്ത് ചെയ്യേണ്ടി വരും? ജീവപര്യന്തം തടവനുഭവിക്കേണ്ടി വരും, 5 ലക്ഷം രൂപ ഫൈനും. അതാണ് BNS 111 പറയുന്നത്. അപ്പോൾ BNS നിലവിൽ വന്നതിന് ശേഷം സ്വർണത്തിൻ്റെ കടത്തിൻ്റെ ഫ്ലോയിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രവുമല്ല, പോലീസ് സേന കൂടുതൽ കരുത്താർജിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കരങ്ങൾക്ക് ശക്തി കൂടി. അപ്പോൾ പോലീസിൻ്റെ കരങ്ങൾക്ക് ശക്തി കൂടുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കതാണ്, പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തുന്നതൊന്നും ഞാൻ അനുവദിക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ആത്മവീര്യം കെടുത്തത്തക്ക രീതിയിൽ പോലീസിന് കരുത്താർജിക്കുമ്പോൾ ആ പോലീസ് സേനയെ നിഷ്ക്രിയമാക്കാൻ വേണ്ടി ചിലർ രംഗത്ത് വരുന്നുണ്ടോ? അതിൽ PV അൻവർ ഉണ്ടോ? അത് മുഖ്യമന്ത്രി തെളിച്ചു പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത്, ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് കരിപ്പൂർ വഴി സ്വർണം കടത്തുന്നവരാണെന്നും പോലീസ് സേനയെ നിർവീര്യമാക്കാൻ നടത്തുന്ന ഒരു ശ്രമമായിട്ട് മുഖ്യമന്ത്രി നരേറ്റ് ചെയ്യുമ്പോൾ അത് PV അൻവറിനെ ഇതുവരെയും ന്യായീകരിച്ചിരുന്നവർക്കുള്ള ഒരു മറുപടിയും അവർക്കുള്ള വ്യക്തമാക്കൽ കൂടിയായി ഞാൻ മനസ്സിലാക്കുന്നു. പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, PV അൻവർ ഈ വിഷയം ഉയർത്തിയതിന് തൊട്ടു പിന്നാലെ കാരാട്ട് റസാഖ് ഈ വിഷയത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നു.
KT ജലീൽ രംഗത്ത് വന്നു. KT ജലീൽ ഈ വിഷയത്തെ ഉന്നയിച്ചത് പോലീസ് സേനയിൽ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെന്നും അങ്ങനെ ഉദ്യോഗസ്ഥർ തന്നെ ക്രിമിനലുകളായി മാറുന്ന സാഹചര്യമുണ്ട് എന്നുമാണ് KT ജലീൽ വിശദീകരിച്ചത്. പക്ഷേ അന്ന് മുതൽ PV അൻവർ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് PV മാറ്റും. ഞാൻ വ്യക്തിപരമായോ ഞാൻ രാഷ്ട്രീയമായോ PV അൻവർ ഏതെങ്കിലും തരത്തിൽ ഈ കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളെയല്ല. കാര്യം വളരെ ജെനുവിനായി ഈ വിഷയങ്ങളെ സത്യസന്ധമായി സമീപിക്കുന്നയാളാണ് PV അൻവർ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആ വിവാദം ആത്യന്തികമായി ഇങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നു. ഇതൊരു പുതിയ ആംഗിളാണ്. ഈ ആംഗിളാണ് നാളെ മുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. PV അൻവർ എന്തിന് ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ആവർത്തിച്ചു പറയുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. വ്യക്തമായ തെളിവുകൾ മുന്നോട്ട് വയ്ക്കാതെ അതിന് ഇന്ന് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു വിശദീകരണം നൽകിയതിന് പിന്നിൽ ഇങ്ങനെയൊരു നിയമസാധ്യത കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കരാർ ട്രസാക്കിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. അത് PV അൻവർ തന്നെ അപകടം മണത്തു. കരാർ ട്രസാക്കിനെ പോലെയുള്ളവർ പെട്ടെന്ന് PV അൻവറിൻ്റെ ആരോപണത്തെ പിന്തുണയ്ക്കാൻ വന്നാൽ അത് വേറൊരു തരത്തിൽ ചർച്ച വഴിതെറ്റിപ്പോകും. അന്ന് PV അൻവർ ഭയന്നത് ഇന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഇനി PV അൻവർ നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി. ഞാൻ മനസ്സിലാക്കുന്നത് PV അൻവർ ഒരു ഇടത് MLA എന്ന നിലയിൽ എല്ലാ അതിരുകളും ലംഘിച്ചു എന്ന് പാർട്ടിക്ക് വിലയിരുത്തലുണ്ട്, പാർട്ടിയിലെ നേതാക്കൾക്ക് വിലയിരുത്തലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ രാഷ്ട്രീയമായും മുഖ്യമന്ത്രി എന്ന നിലയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടാൻ ശ്രമിച്ചപ്പോഴെല്ലാം ആ മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് വഴങ്ങാതെ, പാർട്ടിയുടെ ലൈനിന് വഴങ്ങാതെ ഇടതുമുന്നണിയിൽ അസാധാരണമായൊരു പ്രതിസന്ധി PV അൻവർ MLA സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പാർട്ടിയിലെ അംഗങ്ങളുടെ ഇടയിലുള്ള വലിയ ചർച്ച. തുടക്കം PV അൻവർ ആ ചർച്ച കൊണ്ടുവന്നത് അവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അതിന് ഭംഗിയുണ്ടാകുമായിരുന്നു. പക്ഷേ PV അൻവർ വളരെ വാശിയോടുകൂടി, PV അൻവർ എപ്പോഴും അങ്ങനെയാണല്ലോ, വലിയ ആവേശത്തോടു കൂടി അദ്ദേഹം അങ്ങേയറ്റം കണ്ടേ അടങ്ങത്തുള്ളൂ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ സംശയിക്കുന്നത് ഇടതുമുന്നണിയിൽ നേരത്തെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പിന്തുണ പോലും ഒരുപക്ഷെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിനെതിരെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടോ ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾ ഗൗരവമുള്ളതാണ്. അത് വരും ദിവസങ്ങളിൽ PV അൻവറിലെ പോരാളിയെ ശക്തിപ്പെടുത്തുമോ ദുർബലപ്പെടുത്തുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA എന്ന നിലയിൽ PV അൻവറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. ആ അതിര് അദ്ദേഹം കടന്നിരിക്കുന്നു എന്നതാണ് ഇടതുവൃത്തങ്ങളിലെ സംസാരം. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം ഓരോ ദിവസവും മാധ്യമസമ്മേളനം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ടേക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന ആരോപണം പോലും പങ്കുപറ്റുന്നു. പക്ഷേ അത് ഒരിക്കലും ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന്, സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് പാർട്ടി അംഗമല്ലാത്ത ഒരു ഇടതുപക്ഷ MLA പറഞ്ഞാൽ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയുമില്ല. അത് പാർട്ടി അംഗങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആരോപണം ഉന്നയിക്കാം, പക്ഷേ അതിന് ഒരു തെളിവ് കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഇപ്പോഴും നിൽക്കുന്നത് വക്കും മൂലയിലുമാണ് നിൽക്കുന്നത്. വക്കും മൂലയും പൊട്ടിയ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിക്കുന്നത് എന്നതാണ് വാസ്തവം. അത് പക്ഷേ വരും ദിവസങ്ങളിൽ PV അൻവറിനെ ശക്തിപ്പെടുത്തുമോ ദുർബലപ്പെടുത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം. സുജയ, PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ ചിലത് ഊഹാപോഹങ്ങളുടെ സ്വഭാവമുള്ളതാണ്. അതിന് തെളിവ് എനിക്ക് ശേഖരിക്കേണ്ടതുണ്ട് എന്ന് PV അൻവർ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ തെളിവ് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്ന് ഈ സുജിത് ദാസിന്റെ സംഭാഷണമാണ്. അപ്പോൾ ഈ തെളിവ് വെച്ചുള്ള കാര്യങ്ങളിൽ PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ അത് പൊതുസമക്ഷം നിൽക്കുകയും അത് ചർച്ചയാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി വളരെ ആലോചിച്ച് എഴുതി തയ്യാറാക്കിയ മറുപടികളുമായാണ് ഇന്ന് എത്തിയത്. വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി ഓരോന്നിനും എന്തൊക്കെയാണ് പൊതുമധ്യത്തിൽ ചർച്ചയാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറുപടി പറയുന്നതുമൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മറുപടിയിൽ വ്യക്തത വരുത്തി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് ചില കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ്? അതാണല്ലോ നമ്മൾ ഇന്നലെ വരെ ചർച്ച ചെയ്തത്. ഇന്നലെ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ADGPയെ തള്ളി പറയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ADGPയെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ആര് പറഞ്ഞാലും മാറ്റി നിർത്താൻ പോകുന്നില്ല. റിപ്പോർട്ട് വരട്ടെ. അത് വ്യക്തമായ നിലപാടാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് മുന്നണിയിലുള്ളവർക്ക്, സ്വന്തം പാർട്ടിയിലുള്ളവർക്ക്, പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക്, മാധ്യമങ്ങൾക്ക്, PV അൻവറിന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്ന് നൽകിയത്. അതുകൊണ്ട് അതിൽ ഇനി വ്യക്തത കുറവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ PV അൻവർ മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിലായിരുന്നു എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ ആ ഗുഡ് ബുക്കിൽ നിന്ന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ലാളനെ ഏൽക്കുന്ന ഒരു വ്യക്തി എന്ന ആ പ്രതിച്ഛായയിൽ നിന്ന് അൻവറിന് ഒരു പ്രതിച്ഛായ നഷ്ടം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്.
ഇവിടെ ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടുപേരുടെയും ഒരു പേട്രണേജ് അത് എത്രത്തോളം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന വാർത്താസമ്മേളനമായിരുന്നു ഇന്നത്തേത്. കാരണം രണ്ടുപേരും എൻ്റെ ഇടം കൈയും വലം കൈയുമാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് ഈ വാർത്താസമ്മേളനത്തിൽ. അത് ആ വാർത്താസമ്മേളനം കേട്ടിരുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേവലം ആരോപണങ്ങൾ കൊണ്ടോ ഊഹാപോഹങ്ങൾ കൊണ്ടോ തകർക്കാൻ കഴിയുന്ന വിശ്വാസമല്ല തനിക്ക് അവരിലുള്ളത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് പൊതുവായി എല്ലാവരും കേൾക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ഘടകകക്ഷികളോടുള്ള മറുപടി, പാർട്ടിക്കുള്ളിലുള്ളവരോടുള്ള മറുപടിയാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അതൃപ്തി മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിനെ ഈ വിവാദത്തിൽ വലിച്ചിഴച്ചിട്ടിരിക്കുകയാണ്. 1-2 ദിവസമല്ല, 1 മാസത്തിലധികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ വിവാദത്തിന്റെ നടുവിൽ നിൽക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല. പിണറായി വിജയൻ, അതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായി അദ്ദേഹം ഒരു കഴിവുകെട്ടവനാണ് എന്ന രീതിയിലൊരു പ്രതിച്ഛായ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ വിവാദങ്ങളെല്ലാം പോകുന്നത്. ഇവിടെ PV അൻവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ PV അൻവർ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഈ സംഭാഷണമടക്കം പുറത്തുവിടുന്നതിലൂടെ അദ്ദേഹം ഒരു വിസിൽ ബ്ലോവറായി രംഗത്ത് വരുന്നു, ഞാൻ പുറത്തുവിടുന്ന ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്നൊക്കെയാണ് PV അൻവർ ഇതുവരെ അവകാശപ്പെട്ടത്. ആ അവകാശപ്പെട്ട നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടിയിൽ തന്നെ സൂചനയുണ്ട്. അന്വേഷണം നടക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആ മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. P ശശിക്കെതിരെ പാർട്ടി തലത്തിലോ അല്ലാതെയോ ഒരു ഇല പോലും അനങ്ങാൻ പോകുന്നില്ല. മാതൃകാപരമായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്തൊക്കെ ആരോപണങ്ങൾ PV അൻവർ ഉയർത്തിയോ ആ ആരോപണങ്ങളെല്ലാം ഒരു വശത്തേക്കങ്ങ് തട്ടിമാറ്റുകയാണ് മുഖ്യമന്ത്രി ഇന്ന് ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ്. P ശശിയെ തൊടില്ല. പിന്നെ PV അൻവർ ആരാണ് എന്ന് PV അൻവർ ഓർക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നു. P ശശി ആരാണെന്നും MR അജിത് കുമാർ ആരാണെന്നും അതിൽ തന്നെ ആരാണ് തനിക്ക് വേണ്ടപ്പെട്ടത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അത് പ്രതിപക്ഷത്തിനും PV അൻവറിനും ഒക്കെ ബോധ്യപ്പെടേണ്ടതാണ്. അദ്ദേഹം നടത്തുന്ന ഈ ഒരു വിസിൽ ബ്ലോവറായിട്ടുള്ള ആക്ട് അതൊരു ശുദ്ധികലശത്തിന് വേണ്ടിയാണ് എന്ന് PV അൻവർ പറയുമ്പോഴും മുഖ്യമന്ത്രി എടുക്കുന്നത് അങ്ങനെയല്ല. ഇത് തന്നെ നാണം കെടുത്താനായിട്ടുള്ള ഒരു നീക്കം PV അൻവർ നടത്തുന്നു, പാർട്ടിയെ നാണം കെടുത്താനുള്ള ഒരു നീക്കം PV അൻവർ നടത്തുന്നു. അതാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെയാണ് PV അൻവർ പറയുന്നത് മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, മുഖ്യമന്ത്രിയെ കൃത്യമായി ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെ മാറ്റിയെടുത്തിരിക്കുന്നു, അതാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് രണ്ടാമത് നടത്തുന്ന വാർത്താസമ്മേളനത്തിൽ അൻവർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ 2016 മുതലുള്ള സ്വതന്ത്ര MLA കഴിയുന്ന PV അൻവറിൻ്റെ ഒരു സഞ്ചാര രീതി അത് തെറ്റാണെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയുന്നുണ്ട്. പാർട്ടിക്ക് വിധേയനാകണം, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന MLA ആണ്. CPIM-ലോ CPI-ലോ അംഗത്വമുള്ള MLA അല്ല എങ്കിൽ പോലും ഇടതനുഭാവമുള്ള, ഇടത് വോട്ടുകൾ കൂടി ജയിച്ച ഒരു MLA ആണ്. അതുകൊണ്ട് ഇടതിന് വിധേയനാകണം എന്നുള്ള ഒരു സന്ദേശം കൃത്യമായി ഇന്ന് PV അൻവറിന് മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന് വന്ന തുടർ വാർത്താ സമ്മേളനത്തിൽ എന്നെ പുറത്താക്കിയാലും ഞാൻ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ല എന്ന മറുപടി വരുന്നത് അത് മനസ്സിലായതുകൊണ്ടാവണം. ഇവിടെ P ശശിക്ക് പാർട്ടിക്കുള്ളിൽ പൂർണ്ണ നിയന്ത്രണം വരികയാണ്. ഒരുപക്ഷെ MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയെക്കാളും പാർട്ടിക്കുള്ളിൽ P ശശിയുടെ ഒരു അപ്രമാദിത്വം ബോധ്യപ്പെട്ട വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രിയുടേത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഘടകകക്ഷികൾ അല്ലെങ്കിൽ MV ഗോവിന്ദൻ തുടങ്ങി ആരാവശ്യപ്പെട്ടാലും P ശശിക്കെതിരായ ഒരു അന്വേഷണത്തിലേക്ക് മുഖ്യമന്ത്രി പോകില്ല. അങ്ങനെ ഒരു പ്രബലനായ P എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ പ്രബലൻ എന്നാക്കി മാറ്റാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായി P ശശിയെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രമാദിത്വം അവിടെ തന്നെ തുടരുകയും ചെയ്യും. അൻവർ ഇനിയും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തൻ്റെ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നാണ് ഇന്നത്തെ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ PV അൻവർ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഇനിയും പോരാടി ഇതേ രീതിയിലാണ് പോരാട്ടം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടാകും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ചും PV അൻവറിനെതിരെ ഈ ഫോൺ ചോർത്തലടക്കം അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനുമായുള്ള സംഭാഷണം പുറത്തുവിട്ടത് തെറ്റാണ്, അൻവർ ഫോൺ ചോർത്തിയത് അന്വേഷിക്കണമെന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അതായത് അൻവർ കരുതിയിരുന്നോളൂ, അൻവറിനെതിരെ അന്വേഷണം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന സൂചന മുഖ്യമന്ത്രി കൃത്യമായി അൻവറിന് നൽകുകയാണ്. ഈ രീതിയിലല്ല മുന്നോട്ട് പോകേണ്ടത്. തൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ വാർത്താ സമ്മേളനം തുടരെ അൻവർ നടത്തുകയാണെങ്കിൽ എനിക്കും തുടർച്ചയായി പറയേണ്ടി വരും. അൻവർ തുടർച്ചയായി പറഞ്ഞാൽ ഞാനും തുടർച്ചയായി പറയും എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. അത് PV അൻവറിന് നേരെ തന്നെയാണ്. ആവർത്തിച്ചുള്ള അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങളാണ് മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കിയത് എന്നുള്ളത് വ്യക്തമാണ്. ADGPയെ അന്വേഷണം തീരുന്നതുവരെ മാറ്റി നിർത്തില്ല എന്ന് പറയുമ്പോൾ ഇനിയും ഒരു 10-13 ദിവസം കൂടി എടുക്കും ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറായി വരാൻ. 1 മാസമാണ് സമയം കൊടുത്തത്, 10-13 ദിവസം കൂടി എടുക്കും. ഇനി P ശശിക്കെതിരെ ഇനി ആരും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവജ്ഞയോടെ തള്ളുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ ആകെ ഓപ്പണായി കിടക്കുന്നത് ADGPക്കെതിരായ അന്വേഷണങ്ങളാണ്. അത് നേരത്തെ ഉണ്ണി സാർ വളരെ വിശദമായി അതേക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് P ശശിയോടും ADGPയോടും
മുഖ്യമന്ത്രിയോടും അൻവറിന് ഇത്ര വൈരാഗ്യം തോന്നുന്നു? അതിനൊരു കാരണവും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടെത്തി പറയുന്നുണ്ട്. അത് അൻവർ ആവശ്യപ്പെട്ട കാര്യം നടപ്പിലാക്കി കൊടുക്കാത്തതിലെ വൈരാഗ്യമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിൽ എന്നുള്ള ഒരു സൂചന ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. നിയമവിരുദ്ധമായി നടപ്പാക്കി കൊടുക്കാത്ത ആ നിയമവിരുദ്ധമായി പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ എന്താണ് അതേക്കുറിച്ച് പറയുന്നതെന്ന് അറിയാൻ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അൻവർ അതിൽ പറയുന്നത് മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിലാണ് പി ശശിയുമായി തെറ്റുന്നത് എന്ന് അൻവർ പറയുന്നുണ്ട്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് പി അൻവർ ആവശ്യപ്പെട്ട എന്ത് കാര്യമാണ് ADGPയും പി ശശിയും ചെയ്തു കൊടുക്കാതിരുന്നത്? അതാണ് ഇനി ഇപ്പോൾ ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം കിട്ടി. ഷാജൻ സ്കറിയ എവിടെയാണുള്ളതെന്നുള്ള വിവരമടക്കം അൻവറാണ് കൊടുത്തത്. അന്നത്തെ ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. 3 ഉദ്യോഗസ്ഥരെ ഈ വിവരങ്ങൾ അറിയിക്കുന്നു. അതിൽ ആരോ ഒരാൾ ഷാജൻ സ്കറിയയ്ക്ക് ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു. എന്നിട്ട് ഷാജൻ സ്കറിയ കൃത്യമായി അവിടെ നിന്ന് മാറുന്നു. അങ്ങനെയാണത് സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പിന്നിൽ ഈ ADGPയും പി ശശിയുമാണ് എന്നാണ് അൻവർ പറയുന്നത്. ഈ ജാമ്യം കിട്ടുന്ന സാഹചര്യം ഒരുക്കിയത് പി ശശിയാണ് എന്ന് സ്ട്രെയിറ്റായി തന്നെ അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ, ഇപ്പോൾ വൈകിട്ട് വിളിച്ച വാർത്താ സമ്മേളനത്തിലും പറയുന്നു. അപ്പോൾ ആ വിവാദം അവിടെ നിൽക്കുന്നു. അൻവർ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി, ഈ RSS നേതാവുമായുള്ള RSSന്റെ ജനറൽ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച, അതൊരു വിവാദമാക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല. ആ വിവാദം അങ്ങ് മടക്കി വെച്ചേക്കൂ എന്നുള്ള നിർദ്ദേശം പാർട്ടിക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ADGP MR അജിത് കുമാർ RSSന്റെ ജനറൽ സെക്രട്ടറിയെ സർക്കാര്യവാഹിനെ പോയി കണ്ടത് താൻ പറഞ്ഞിട്ടാണ് എന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിക്കാൻ പാർട്ടിക്കുള്ളിലുള്ളവരും ശ്രമിക്കുന്നു. അത് പാർട്ടിക്കുള്ളിലെ തന്റെ ഒരു വലിപ്പം കുറയ്ക്കാനാണെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. കാരണം അൻവറിന്റെ ആരോപണങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ പലയിടങ്ങളിലും പൊട്ടലും ചീറ്റലുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സമ്മേളന കാലയളവാണ്. ഒരു സമ്മേളന കാലയളവിലാണല്ലോ നേതാവിന്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ പലപ്പോഴും നിർണ്ണയിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത്. അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാമേരുവിനെ അടിച്ച് താഴെയിടാനായിട്ട് അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന ചിലരുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ദൂതനല്ല അജിത് കുമാർ, രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ സന്ദേശം കൈമാറാനൊന്നും ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ അജിത് കുമാറിനെതിരെ CPI പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ഘടകകക്ഷികൾ പറഞ്ഞതനുസരിച്ച് നടപടിയെടുത്താൽ, ഈ കൂടിക്കാഴ്ചയിൽ നടപടിയെടുത്തു കഴിഞ്ഞാൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ളൊരു വ്യാഖ്യാനം വരും. അതിൽ മുഖ്യമന്ത്രിക്ക് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണാഞ്ഞിട്ടൊന്നുമല്ല. ഇക്കാര്യത്തിൽ ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ എന്തായാലും അന്വേഷിക്കുമായിരിക്കും. പക്ഷേ അതിലൊന്നും നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തനിക്ക് നേരെ തൊടുത്തുവിട്ട അമ്പ് ആരാണ് തൊടുത്തുവിട്ടതെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ തന്നെ ചെറുതാക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളല്ല, സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ഇനി എത്ര ആവശ്യപ്പെട്ടാലും ADGPയെ മുഖ്യമന്ത്രി ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ തൊടാൻ പോകുന്നില്ല. ഈ അന്വേഷണ റിപ്പോർട്ട് വന്നാലും കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സമ്മേളന കാലത്ത് ആരും പടയും പൊക്കിപ്പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട എന്നുള്ള മുന്നറിയിപ്പ് കൃത്യമായി നൽകി കഴിഞ്ഞു. അത് പാർട്ടിയിലുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ PV അൻവറിന് സമൂഹ മാധ്യമങ്ങളിൽ പോലും ഈ ഇടതുചേരിയിലെ പോരാളികളിൽ നിന്ന് വലിയ പിന്തുണ കിട്ടാനുള്ള സാധ്യതയില്ല. ആദ്യം കൈയടിച്ചവരുടെയൊക്കെ കയ്യടിയൊക്കെ ഇപ്പോൾ പിൻവലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സമൂഹ മാധ്യമങ്ങളിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ഒരു കാര്യം പറഞ്ഞു. ആ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോടൊരു റെസ്പെക്റ്റ് തോന്നി. അദ്ദേഹം കൂടെയുള്ള ആൾ ഇത്രയും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു, ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നു. പക്ഷേ അന്വേഷണം തീരട്ടെ, അതുവരെ നടപടി എടുക്കുന്നില്ല. ഇത്രയും പേർ പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു പരിചയം എടുത്തു പിടിച്ച് ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കണ്ടത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ നിൽക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഇക്കാര്യത്തിൽ പക്ഷേ തെറ്റുകാരനാണെങ്കിൽ ആ പരിചയം അദ്ദേഹം ഒന്ന് മാറ്റിവെക്കുകയും വേണം എന്നുള്ള ചെറിയൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇവിടെ നായനാർ മന്ത്രിസഭയിൽ നിന്ന് പി ശശി പുറത്തായത് എങ്ങനെയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്തായത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് PV അൻവർ നിർത്തിയിട്ടില്ല. PV അൻവർ നിർത്തുന്ന ലക്ഷണവും കാണുന്നില്ല. എന്നെ ആരും ഒരു ചുക്കും ചെയ്യില്ല എന്നൊക്കെ PV അൻവർ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പോരാട്ടം എന്ന് പറയുന്നത് മുന്നോട്ട് പോകണം എന്ന് നമ്മളൊക്കെ പറഞ്ഞാലും ആ പോരാട്ടം എത്ര വരെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം ഇന്ന് മുഖ്യമന്ത്രി ഇട്ടുവെച്ചിട്ടുണ്ട്. അതായത് അടിക്കാനുള്ള വടി ഇപ്പുറത്തുണ്ട്, അത് തയ്യാറാണ്, ഗവർണർ കത്ത് നൽകിയിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ആ പേടിപ്പിക്കൽ തന്നെയാണ്. ചോദ്യം നമ്മൾ വ്യക്തത വരുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു ഭാഗം വിട്ടുപോയത് ഈ ഘടകകക്ഷികളെ ഇനി എങ്ങനെയാണ് അല്ലേ മുഖ്യമന്ത്രി അഡ്രസ് ചെയ്ത്. മുഖ്യമന്ത്രി ഘടകകക്ഷികൾക്കും വ്യക്തമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കൽ കൂടെ CPIയുടെ പൊസിഷൻ ഒന്ന് റിവ്യൂ ചെയ്യേണ്ടി വരും. CPI ആണല്ലോ ഇതിനകത്ത് ഏറ്റവും ശക്തമായ പൊസിഷൻ. ഒരു സംശയമില്ല, RJD ഒപ്പം നിന്നു തുടക്കം മുതൽ തന്നെ. അപ്പോൾ അതിനകത്ത് പ്രകാശ് ബാബുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആർട്ടിക്കിൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. 4 വരിയേ ഉള്ളൂ. ഇന്ത്യയിൽ ഫാസിസം പ്രത്യക്ഷപ്പെടുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ രൂപത്തിലാണെന്നുള്ളതിലും ദേശീയ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു സംശയവുമില്ല. അങ്ങനെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുന്നണി നയിക്കുന്ന സർക്കാരിൻ്റെയും നയങ്ങളിൽ നിന്നും
ഭരണ സംവിധാനത്തിലെ ഒരാളും വ്യതിചലിക്കാൻ പാടില്ല. അഥവാ ആ നയം ലംഘിച്ചുകൊണ്ട് സംസ്ഥാന കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അയാളെ സർക്കാരിൻ്റെ നയസമീപനങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന തസ്തികകളിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയണം. ഇത്രയും ശക്തമായിട്ടാണ് CPI വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് CPIയുടെ ഈ വിഷയം എന്താ? ഇത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടേ അല്ല. ദത്താത്രേയ ഹൊസബളയുമായുള്ള കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എടുക്കേണ്ട ഒരു നയപരമായ തീരുമാനം എന്നുള്ളതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ RJD ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്, NCP ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസും JDS ഒന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ എവിടെയും വായിച്ചില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയുമ്പോൾ ഘടകകക്ഷികളുടെ മുഖം നഷ്ടമാകുന്നു എന്നൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ അവരത് വെറുതെ ഇരിക്കും, അവർക്കങ്ങ് മുന്നോട്ട് ഈ പറയുന്ന വിഷയത്തെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ഇപ്പോൾ CPI പോലൊരു പാർട്ടിക്ക് വെറുതെ അങ്ങനെ ഒരു ലേഖനവും എഴുതി ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പിൻവാങ്ങിയിരിക്കാൻ കഴിയില്ല. ഈ ബിനോയ് വിശ്വം പറഞ്ഞത് നിലപാടെടുക്കുക മാത്രമല്ല അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല ഘടകകക്ഷിയിൽ ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം നിശബ്ദരായിരിക്കുമെന്ന്. അവരവരുടെ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതൊക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്നിപ്പം CPIയുടെ ഒരു ആവശ്യം ആ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്, അതിന് മറുപടി കിട്ടി. എന്നാൽ ADGP മാറ്റണം എന്ന കാര്യത്തിൽ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടാണ്. വളരെ സാങ്കേതികമായൊരു നിലപാടാണ്. പക്ഷേ ഇനി CPIയുടെ നിർബന്ധപ്രകാരം മുഖ്യമന്ത്രി ADGP മാറ്റുന്നു എന്നിരിക്കട്ടെ, അതെങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക? അതാണല്ലോ പ്രശ്നം. അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അതാണ്. ഈ 16 മാസത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു പിന്നെ മുന്നണിയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് തീർന്നു. RSSനെതിരെയുള്ള അതുവരെയുള്ള എല്ലാ രാഷ്ട്രീയ നിലപാടുകളും പണയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. അതുകൊണ്ടാണല്ലോ EP ജയരാജന്റെ കാര്യത്തിലും CPM പറയുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുന്നണിയിൽ മറ്റു പാർട്ടികളുടെ പ്രസക്തി എന്താണ്, അവരുടെ ഒരു പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള പ്രശ്നം കൂടി നിൽക്കുന്നുണ്ട്. ഈ അസ്തിത്വ പ്രതിസന്ധിയാണ് ശരിക്കും CPI നേരിടുന്നത്. അവർ ലേഖനം എഴുതുന്നു, പരസ്യ പ്രതികരണം നടത്തുന്നു. ഇവിടെ ബിനോയ് വിശ്വം പ്രതികരിച്ചു, പ്രകാശ് ബാബു ലേഖനം എഴുതി, തുടരെ ലേഖനം എഴുതി. അതിനുശേഷം അവിടുന്ന് D രാജ പ്രതികരിക്കുന്നു. കാരണം ഇത് സംസ്ഥാനത്ത് മാത്രമല്ല, പൂരം മാത്രമല്ല അവരുടെ പ്രശ്നം. ADGP RSS കൂടിക്കാഴ്ചയാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത്. അപ്പോൾ അവിടെ D രാജ പ്രതികരിക്കുന്നു, വാർത്താസമ്മേളനം നടത്തിയിട്ടാണ് പ്രതികരിച്ചത്. അനിരാജ പ്രതികരിക്കുന്നു. അപ്പോൾ ഈ RSSുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്ന ഉദ്യോഗസ്ഥൻ, അതാണ് മുന്നണിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ, മുന്നണിക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ തുടരരുത് എന്ന് തന്നെയാണ് കൃത്യമായ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ഇവയുടെ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും രാഷ്ട്രീയ പ്രതികരണമില്ല. അന്വേഷണം വന്നു കഴിഞ്ഞാൽ എന്താണെന്നേ, സാങ്കേതികമായി കുഴപ്പമില്ല, നിയമപരമായി കുഴപ്പമില്ല. അവിടെ ലൂപ്പ് ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് പറയൂ, ഉദ്യോഗസ്ഥ തലത്തിലല്ലാതെ ഔദ്യോഗികമല്ലാതെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് പറഞ്ഞിരിക്കും. അതായത് DGP ആണോ പരിശോധിക്കുന്നത്? DGP എങ്ങനെ പരിശോധിക്കാതെ? ഞാൻ പറഞ്ഞു രാഷ്ട്രീയമായ ഒരു പ്രതികരണം നടത്തി. രാഷ്ട്രീയ പ്രതികരണം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളതാണല്ലോ. പൊളിറ്റിക്കൽ ഇഷ്യൂ, പൊളിറ്റിക്കൽ മറുപടി നോക്കൂ. RJDയുമായി ബന്ധപ്പെട്ടാണ്. RJDയും പുറത്ത് ശക്തമായ പ്രതികരണം നടത്തുന്നു. അത് ആ പ്രതികരണത്തിന് ശേഷം RJD മുന്നണിയിൽ തന്നെ തുടരുമോ എന്നുള്ള സംശയങ്ങളും അത്തരം വാർത്തകൾ കൂടി തലസ്ഥാനത്ത് ശക്തമായിട്ടുണ്ട്. അപ്പോൾ RJD മുന്നണി വിടുമെന്നുള്ള വാർത്തകൾക്കിടയിൽ കൂടിയാണ്. ഇനി ഒരു പക്ഷേ ഈ കാര്യം പറഞ്ഞിട്ട് മുന്നണി വിട്ടാലോ? പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ദത്താത്രേയ ഹൊസബോളയായിട്ടുള്ള ADGP അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച, അതിനകത്ത് സർക്കാർ നടപടി എടുക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം. അത് ഒരു പൊളിറ്റിക്കൽ ഡാമേജ് CPM ഉണ്ടാക്കിയിട്ടില്ലേ? ഉറപ്പായിട്ടും അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ് പ്രശ്നം. അത് ഈ റിപ്പോർട്ടിനകത്ത് ഒരു പക്ഷേ ജാഗ്രത കുറവുണ്ടായി എന്നൊരു വാചകമുണ്ടെങ്കിൽ ഒരു പക്ഷേ നടപടി ഉണ്ടാവും. അതായത് ഈ ക്രമസമാധാന ചുമതലയിലിരിക്കുന്നൊരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയെ അറിയിക്കാതെ RSS പോലെ, കാര്യം അന്ന് കേന്ദ്ര സർക്കാരിന് ഉത്തരവ് വന്നിട്ടില്ല. ഏതാ RSSൽ ചേർന്ന് പ്രവർത്തിക്കാം എന്ന് ഉത്തരവ് വന്നിട്ടില്ല. അടുത്ത കാലത്ത് വന്നതാ. അപ്പോൾ അത് വരുന്നതിന് മുൻപാണ് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മൂവ്മെന്റ് രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്താതെ, ഇത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ DGPയോ അറിയിക്കാതെ ഇത്തരം സന്ദർശനം നടത്തിയത് ശരിയായില്ല. അതിനകത്തൊരു ജാഗ്രത കുറവുണ്ടായി എന്നൊരു വാചകം DGPയുടെ റിപ്പോർട്ടിലുണ്ടെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പുള്ളി പുറത്താക്കാം. അത് മാത്രം. ADGP MR അജിത് കുമാർ RSSൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് തോന്നും. അദ്ദേഹം അങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് എവിടെയും കേട്ടിട്ടില്ല. മാത്രമല്ല, ഈ ചേർന്ന് പ്രവർത്തിക്കുന്നതിനാണ് സാംസ്കാരിക സംഘടന എന്ന നിലയിൽ കേന്ദ്ര സർവീസിലുള്ള ജീവനക്കാർക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സർക്കുലറാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കേന്ദ്ര സർവീസിലുള്ള ജീവനക്കാർ ഈ സംഘടനയുടെ ആരെയെങ്കിലും, അത് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും കാണരുത്, കണ്ടു കഴിഞ്ഞാൽ നടപടിയെടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയില്ല. രാഷ്ട്രീയമായി മാത്രമേ അതിനെ എടുക്കാൻ പറ്റുകയുള്ളൂ. വാചകം പൂർത്തിയാക്കിക്കോട്ടെ. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായ
അല്ലാതെ വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന മറുപടി ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അത് സ്വീകാര്യമല്ല എങ്കിൽ അന്ന് തന്നെ മുഖ്യമന്ത്രി നടപടിയെടുത്തേനെ. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഇത് ഒരു വലിയ വിഷയമാക്കാതെ അതിൽ നിന്ന് മാറുന്നത് എന്ന് വേണം. അല്ല, അത് ഒരു റിപ്പോർട്ടാണ്. അപ്പൊ അതിനുശേഷം റാം മാധവനെ രണ്ടാമത് കാണുന്നു, ഇന്ത്യ ടുഡേ കോൺക്ലേവ്. പിന്നെ വീണ്ടും റാം മാധവനെ കാണുന്നു. അതായത് മൂന്ന് തവണ കൂടിക്കാഴ്ചയുണ്ട്. RSSലെ ടോപ്പ് 2-3 പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത്. അങ്ങനെ വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്തിയ ടി പി സെൻകുമാറിനെ വിമർശിച്ചത് അത് വ്യക്തിപരമല്ലേ? CPI ആണ് അതിനകത്ത് ക്ലാരിറ്റി, പ്രകാശ് ബാബു ആണ് അതിനകത്ത് ക്ലാരിറ്റി വരുന്നത്. ഇത് RSSന്റെ ദത്താത്രേയ ഹൗസ്ബോളെ ആയിട്ട് കാണുന്നത് ഒരു വിഷയമേ അല്ല. ഇവിടെ അജിത് കുമാർ പോയി കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമായി ഫാസിസ്റ്റ് ചേരിൽ നിൽക്കുന്ന ഒരു സംഘടനയെന്ന് ഇടതുപക്ഷം വിലയിരുത്തുന്ന RSSന്റെ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ക്രമസമാധാന ചുമതലയുള്ള ഒരു കീ പോസ്റ്റിലിരിക്കുന്നയാളായിരിക്കും എന്ന് പറയുന്നതിനെ പൊളിറ്റിക്കലായിട്ടാണ് നേരിടേണ്ടത് എന്നാണ് CPI പറയുന്നത്. പോലീസിന് രാഷ്ട്രീയ നിയന്ത്രണം ഇല്ല എന്ന് ഇതേ മുഖ്യമന്ത്രി പറയുന്നുമുണ്ട്. രാഷ്ട്രീയ നിയന്ത്രണത്തിലല്ല പോലീസ് എന്ന് പറയുന്നത്, അത് ആ ഫോഴ്സായി തന്നെ നിൽക്കേണ്ടതാണ്. അതിന്മേൽ രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ചെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടതില്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ മറ്റൊരു വിവാദം. അത് തമ്മിൽ കണക്റ്റഡാണ്. അല്ലാതെ പാർട്ടിക്കാർ പറയുന്നതനുസരിച്ച് പോലീസ് പ്രവർത്തിക്കാനാണെങ്കിൽ പിന്നെ പോലീസ് എന്തിനാ? അങ്ങനെയല്ല. ഈ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന് രാഷ്ട്രീയ വിഷയങ്ങളിൽ അവർ പോയി പോലീസ് ഭരിക്കേണ്ടതില്ല, പോലീസ് സ്റ്റേഷൻ ഭരിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ്. അതിന്റെ അർത്ഥം ഒരു പോലീസ് നയമില്ലെന്നല്ല. ആ പോലീസ് നയത്തിന്റെ ഭാഗം അതൊരു രാഷ്ട്രീയ നയത്തിന്റെ തുടർച്ചയാണ്. ആ രാഷ്ട്രീയ നയത്തിന്റെ തുടർച്ച ഏതെങ്കിലും തരത്തിൽ RSS പോലെയുള്ള സംഘടനകളുമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൂടിയാലോചന മുഖ്യമന്ത്രി അറിയാതെ നടത്തിയാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇടപെടും. അതാണ് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് 16 മാസമായി. അതാണ് പ്രശ്നം. പിന്നെ അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ സർക്കുലർ ഇല്ല, ഒരു ചട്ടമില്ല, അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് നടപടി എടുക്കാൻ കഴിയില്ല. അതായത് ഈ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ RSS മേധാവിയെ കാണാൻ പാടില്ല, അല്ലെങ്കിൽ BJP നേതാവിനെ കാണാൻ പാടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെ കാണാൻ പാടില്ല എന്നൊരു സർക്കുലർ ഇല്ല, ഒരു നിയമമില്ല. സാങ്കേതികമായി എടുക്കാൻ കഴിയില്ല, അഡ്മിനിസ്ട്രേറ്റീവ്ലി എടുക്കാൻ കഴിയില്ല, പൊളിറ്റിക്കലി എടുക്കാൻ കഴിയും. ഇനി ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഇതിനകത്ത് PV അൻവർ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. സെബാസ്റ്റ്യൻ പോൾ മലയാളത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പോൾ ആ മലയാളത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇടതു സ്വതന്ത്രനായ പാർട്ടി അംഗമല്ലാത്ത PV അൻവർ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പാർട്ടിയിലൂടെയാണ് താങ്കൾ മുഖ്യമന്ത്രിയായത് എന്ന്. ഓർമ്മയുണ്ടോ? അത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിനും സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഡാമേജ് ആണ്. ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു MLA ഓർമ്മിപ്പിക്കുകയാണ് പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയത് എന്നുള്ളത്. ഒരുപക്ഷെ നമ്മളത് വില കുറച്ചാണ് ഗ്രാവിറ്റി നമ്മളത് ചർച്ച ചെയ്തിട്ടില്ല. ആ സെന്റൻസ് ഉണ്ടല്ലോ, ഡാമേജിംഗ് ആയ ഒരു സെന്റൻസ് ആണ്. അതാണ് PV അൻവർ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു സെക്കൻഡ്. രണ്ടാമത് PV അൻവർ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒന്ന്, PV അൻവർ യുദ്ധം നയിച്ചു തുടങ്ങിയത് സുജിത് ബിദാസിനെതിരെയാണ്. സുജിത് ബിദാസിനെതിരെയും ശശിധരനെതിരെയും യുദ്ധം നയിച്ചു തുടങ്ങി. മൂന്നാമതാണ് ഈ ADGP-യിലേക്ക് എത്തി. ADGP-യിൽ നിന്ന് P ശശിയിലേക്ക് എത്തി. ചിത്രം മാറുന്നു. P ശശിയിലേക്ക് എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? P ശശിയിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ PV വേഴ്സസ് PV എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. മാത്രവുമല്ല, മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് PV അൻവർ പത്രസമ്മേളനം വിളിക്കുന്നു. അത് വീണ്ടും മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കുന്നു. മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചതിന് ശേഷം വീണ്ടും PV അൻവർ പത്രസമ്മേളനം വിളിച്ച് മറുപടി പറയുന്നു. CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് PV അൻവർ. ആ CPM-ന്റെ പാർലമെന്ററി പാർട്ടിയുടെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി. ആ CPM പാർലമെന്ററി പാർട്ടിയുടെ അധ്യക്ഷന് ഒരു പാർലമെന്ററി പാർട്ടി അംഗം പത്രസമ്മേളനത്തിലുള്ള മറുപടി പറയുന്ന അസാധാരണമായ ഒരു രാഷ്ട്രീയ സ്ഥിതി വിശേഷം PV അൻവർ വരുത്തിവെച്ചു എന്നതാണ് ഇടതുമുന്നണിയിലെ അഭിപ്രായം, പ്രത്യേകിച്ച് CPM-ലെ അഭിപ്രായം. ഇവിടെയൊക്കെ തന്നെ കാണും. അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് വാർത്താ സമ്മേളനത്തിന് ശേഷം വെല്ലുവിളിയാണ്. മാത്രമല്ല, ഈ ADGP-യെ ധനമന്ത്രിയാക്കണം എന്ന് പരിഹാസ രൂപത്തിൽ പറയുകയാണ് PV അൻവർ. അവിടെ PV അൻവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം പോലെയല്ല. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി അംഗമായി ഈ MLA-യിൽ നിന്ന് ഉള്ളൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം ആവർത്തിച്ച് 2 വാചകം പറയുന്നുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയെ പലതവണ പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ 6 പതിറ്റാണ്ടിന്റെ CPM അംഗത്വം പരിചയമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്. പോളിറ്റ് ബ്യൂറോ അംഗമാണ്. 17 വർഷം അല്ലേ? 10 വർഷം മുഖ്യമന്ത്രി, 27 വർഷം. അപ്പോൾ ഇത്രയും രാഷ്ട്രീയ അനുഭവ പരിചയമുള്ള മുഖ്യമന്ത്രിയെ ഈസിലി നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഹെഡിനെ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നു എന്നതാണ് പാർട്ടിക്കുള്ളിലുള്ള വർത്തമാനം. എന്നിട്ട് അദ്ദേഹം ഒരു വാചകം കൂടി ഇന്ന് പറഞ്ഞു, പൊട്ടക്കിണറ്റിൽ കൊണ്ടിടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടക്കിണറ്റിൽ വീഴുന്ന ആളാണോ മുഖ്യമന്ത്രി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ PV അൻവർ ആവേശത്തിൽ ചോദിച്ചതാണെങ്കിലും അത് PV അൻവറിന് വിനയായി തീർന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ചുരുങ്ങിയ പക്ഷം പി വി അൻവറിനെ ഇവിടെ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പാർട്ടി സെക്രട്ടറി അഭികാമ്യം. പി വി അൻവർ കൊടുത്ത പരാതി എന്താവും? പാർട്ടി സെക്രട്ടറിക്ക് പി വി അൻവർ ഒരു പരാതി സ്വാഭാവികമായും ചർച്ച ചെയ്യും. ഇനിയില്ല. അല്ല ചർച്ച ചെയ്യും. കഴിഞ്ഞു. ചർച്ച ചെയ്യും. പക്ഷെ ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തള്ളിയതോടുകൂടി അത് അവസാനിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് പരാതിയില്ലാത്തിടത്തോളം കാലം പാർട്ടിക്ക് പ്രത്യേകം അത് ചർച്ച ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഓഫീസിലേക്ക് പാർട്ടി നിയോഗിച്ചിരിക്കുന്ന ആളാണ് എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നിട്ട് പറയുന്നില്ല, മാതൃകാപരമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതായത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി പങ്കുപറ്റിയിട്ടുണ്ടെന്ന് പാർട്ടി അംഗമല്ലാത്ത ഒരു MLA പറയുകയാണ്. വളരെ സീരിയസ് ആയ ഒരു ഒഫൻസാണ്. ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവർ പോലും ഈ പ്രതികരണങ്ങളോടുകൂടി അല്പം മൗനത്തിലേക്ക് പോവുകയും കഴിയാത്ത വിധം അദ്ദേഹം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യഘട്ടത്തിലുള്ള ആ വിസിൽ ബ്ലോവിംഗ് നടത്തിയതിനു ശേഷം അതിൽ നിന്ന് പിൻവാങ്ങണമായി. സുജിദാസിനെതിരെ നടപടി എടുത്തപ്പോൾ പിൻവാങ്ങുകയും അദ്ദേഹം പാർട്ടി ലൈനിലൂടെ പോകണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പക്ഷേ അത് പി വി അൻവറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പി വി അൻവർ ഇറങ്ങി തിരിച്ച ലക്ഷ്യം കാണും. യുദ്ധത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഇത് അയ്യപ്പനും കോശിയും കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നമ്മുടെ ഉത്തരത്തിലേക്ക് വന്നാൽ മറുപടിയിൽ വ്യക്തത വരുത്തിയോ എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം വ്യക്തത വരുത്തിയെന്നായിരുന്നു. സ്മൃതി വരുത്തിക്കാട്ടും യെസ് ആണ്, നോ ആണോ? വ്യക്തത വരുത്തിയിട്ടില്ല. ഞാൻ യെസ് ആണ്. ഞാൻ പറഞ്ഞത് ഈ 16 മാസത്തെ പ്രശ്നങ്ങൾ അല്ല, ഞാൻ വ്യക്തത വരുത്തി എന്ന് പറയുന്നത് ഞാനാണ് അവസാന വാക്ക് എന്നുള്ള വ്യക്തത വരുത്തി എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ എന്താ പറയാ പൊളിറ്റിക്കലായ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായില്ല, ആ വ്യക്തതയും ഉണ്ടായില്ല. ഞാൻ ഈ പ്രതിപക്ഷത്തിനും പി വി അൻവറിനും പാർട്ടി അണികൾക്കും തനിക്കെതിരെ നീങ്ങാൻ സാധ്യതയുള്ള പാർട്ടി നേതാക്കൾക്കും വ്യക്തത വരുത്തി, മാധ്യമങ്ങൾക്കും വ്യക്തത വരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ യെസ് എന്ന് 3 പേർ, നോ എന്ന് 1. Meet the editors.